തെരഞ്ഞെടുപ്പുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. ലോക ചരിത്രത്തിൽ ആദ്യമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികത്ത് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ള ഏക ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, കേരളത്തിലെ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റാണ് എന്ന് ചരിത്രത്തിൽ എഴുതി ചേർക്കുന്ന വിധത്തിലാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കാലത്തെ 5 വർഷത്തെ പ്രവർത്തനവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ടാണ്. UDFന്റെ ഭരണകാലത്ത് 600 രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തി തീർത്തുകൊണ്ട് 18 മാസത്തോളം സാധാരണക്കാരനായ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് ലഭ്യമാകാതെ ആളുകളെ വലിയ പ്രയാസത്തിലേക്ക് തള്ളി നീക്കിയപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചു 600 രൂപ കുടിശ്ശിക തീർത്തുകൊണ്ട് ഞങ്ങൾ കൊടുത്തു തീർക്കുമെന്ന്. അത് കൃത്യമായി കൊടുത്തു തീർത്തിട്ടുള്ള ഗവൺമെന്റ് 600 രൂപയിൽ നിന്ന് 1000 രൂപയായി ഉയർത്തുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. 600 രൂപയിൽ നിന്ന് 1000 രൂപയായല്ല 1600 രൂപയായി ഉയർത്തിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രയാസങ്ങളിൽ നേരിട്ടിടപെട്ടിട്ടുള്ള ഗവൺമെന്റ് എല്ലാ മാസവും യാതൊരു കുടിശ്ശികയും വരുത്താതെ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചിട്ടുള്ള ഗവൺമെന്റ് ഇതാ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ